രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വടകര MP ഷാഫി പറമ്പിലിനെ പ്രതിക്കൂട്ടിലാക്കി BJP. അതിജീവിത പരാതിയിൽ പറയുന്ന വടകരയിലെ ഫ്ളാറ്റിനെ കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഴുവൻ കോൺഗ്രസ് പാർട്ടി മാപ്പ് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നതാണ് ഇന്നലത്തെ പുതിയ പരാതിയോടുകൂടി ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നത്. ഇതുപോലൊരു സൈക്കോപാത്തിനെ സംരക്ഷിച്ചു നിർത്തുകയും അദ്ദേഹത്തിന് നിരവധിയായ സ്ഥാനമാനങ്ങൾ നൽകുകയും നിരവധിയായ പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന സമയത്തും അദ്ദേഹത്തെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, അദ്ദേഹത്തെ പാലക്കാട് നിയമസഭാ സീറ്റ് നൽകി, ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിച്ച് കേരളത്തെ മുഴുവൻ സ്ത്രീജനങ്ങളോടും മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ഇനിയും MLA സ്ഥാനത്ത് ഒരു നിമിഷം പോലും രാഹുൽ നിൽക്കുവാൻ അർഹനല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ എന്നാണ് BJPക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. വടകരയിൽ ആരാണ് രാഹുലിന്റെ സംരക്ഷകനെന്ന് പ്രശാന്ത് ശിവൻ ചോദിച്ചു. പോലീസ് FIRലുള്ള വടകരയിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണം. ഫ്ളാറ്റ് ആരുടെ ഉടമസ്ഥതയിൽ ഉള്ളതെന്ന് കണ്ടെത്തണം. അതിജീവിതമാരെ അധിക്ഷേപിക്കലാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIRുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ളാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രാഹുല് വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടോ? അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും രാജിവെക്കും വരെ സമരം തുടരുമെന്നും പ്രശാന്ത് പറഞ്ഞു. ഇതിൽ കഴിഞ്ഞ ദിവസം തന്നെ ഇതിനകത്ത് ഇദ്ദേഹം ഒളിവിൽ പോയ സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ഭാരവാഹി പരസ്യമായി വന്ന് പ്രതികരിച്ചു. ഇദ്ദേഹത്തിനെതിരെ ഈ രാഹുലിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ പെട്ട വനിതാ പ്രവർത്തകരോട് രാഹുൽ മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് എന്ന് അവർ അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്നത്തെ നിലവിലെ വടകരയിലെ MP ആരാണ്? അപ്പോൾ ഈ വടകര ഫ്ലാറ്റ് ആരുടേതാണ് എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. ഈ രാഹുൽ വോട്ട് ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹത്തിന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചത് ആരാണ്? എന്തിനേറെ പറയുന്നു, ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസിന്റെ കൗൺസിലർ മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പമല്ലേ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി രാഹുൽ പോയിട്ടുള്ളത്. ഈ പാലക്കാട്ടെ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. ഒരു വശത്ത് രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു, മറുവശത്ത് രാഹുലിന് സംരക്ഷണ കവചം തീർത്തുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുലിനെ ചേർത്ത് നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരങ്ങളും ഹൗസ് ക്യാമ്പയിനും നടത്തിയിട്ടുള്ള ഒരേ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇന്നലെ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ പോലും വിജയിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഈ ആത്മവിശ്വാസം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അദ്ദേഹത്തെ സംരക്ഷിക്കുവാൻ കോൺഗ്രസിന്റെ നേതൃത്വമുണ്ട്. കോൺഗ്രസിനകത്തെ ഗോഡ് ഫാദർമാർ അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള ഉറച്ച ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാലും വിജയിക്കുമെന്ന് പറയുന്നത്. അതിനോടൊന്നും കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരും പ്രതികരിക്കുവാൻ തയ്യാറാവുന്നില്ല. രാഹുൽ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണമെന്ന് പാലക്കാട്ട് DCC ആവശ്യപ്പെട്ടിട്ടുണ്ടോ? KPCCയുടെ ഏതൊക്കെ ഭാരവാഹികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്? അപ്പോൾ അതിനർത്ഥം ഒരു വശത്ത് രാഹുലിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. UTV ന്യൂസ് പാലക്കാട്.